പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ പ്രവാചകരുടെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച പരീക്ഷണങ്ങളും ആ പരീക്ഷണങ്ങൾ അദ്ദേഹം കടന്നു വന്നതിൻ്റെയും ചരിത്രങ്ങൾ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതൊക്കെ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞും കേട്ടുമൊക്കെ പരിചിതമായവയുമാണ്. അതിലേറ്റവും നമുക്ക് പരിചിതമായ ഒരു സംഭവമാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തയ്യാറായ ഒരു നിമിഷം എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് സോഫാത്തിൽ അടക്കം നിരവധി ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ സ്വന്തം മകനെ അറുത്തു കൊടുക്കണം, ബലി കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ടാകുമ്പോൾ അതിനും താൻ സന്നദ്ധനാണല്ലോ. റബ്ബേ, നിന്റെ മുമ്പിൽ നീ എന്ത് കൽപ്പിച്ചാലും നീ എന്ത് ആജ്ഞാപിച്ചാലും അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട നിന്റെ അടിയാറ് മാത്രമാണ് ഞാനെന്ന് എൻ്റെ മകനെ വധിച്ചിട്ടാണ് നിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടതെങ്കിൽ അതിനും ഞാൻ തയ്യാറാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു പോയ നിമിഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ജീവിതത്തിൻ്റെ ഈ ചരിത്രത്തിൻ്റെ ഭാഗം ചിന്തിവെക്കുമ്പോൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. അതിന് അദ്ദേഹം തയ്യാറായ സംഭവത്തെ തുടർന്ന് ഫദൈനാഹു ബിദ്ബിഹിൻ അളീം, അദ്ദേഹത്തിൻ്റെ തീവ്രമായ ദൈവഭക്തി അത് കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ വെറും വാക്കുകളല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, പരിപൂർണമായ ആത്മാർത്ഥമായ ഒരു വിശ്വാസവും അനുസരണവുമാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിമിന് ഉള്ളത് എന്ന് അദ്ദേഹം പ്രവൃത്തി കൊണ്ട് ബോധ്യപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയോട് മറ്റൊരു ബലിമൃഗത്തെ അറവ് കൊടുത്തുകൊണ്ട് മനോഹരമായി താങ്കൾ ആ ബലികർമ്മത്തെ നിർവഹിക്കണമെന്ന്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടപ്പിലാക്കിയ ആ ബലികർമ്മത്തെ വതറക്നാഹു ഫിൽ ആഖിരീൻ, പിൻഗാമികളായ എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു ഏർപ്പാടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്കൊരു ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നത്. നമുക്ക് വരാൻ പോകുന്നത് ബലിപെരുന്നാളിൻ്റെ ദിവസമാണ്. നമ്മളെല്ലാവരും ഉൽഹിയ്യത്ത് ബലിമൃഗത്തിനെ ഒരുക്കാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി കൊടുക്കാനും വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഓരോ വിശ്വാസികളും കാണിക്കേണ്ട ഗൗരവ സ്വഭാവം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ആൾക്കാർ പള്ളിയിലേക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി സമ്മേളിക്കുമ്പോൾ യോഗ്യത എന്നൊരു സംഗതി കൂടിയുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ നമസ്കരിക്കാൻ യോഗ്യത എന്തെന്നറിയുമോ? ബലി അറവ് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്നവന് യോഗ്യതയില്ല, അതുണ്ടായിട്ട് നിർവഹിക്കുന്നവനാണ് അവിടെ യോഗ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവുള്ള ഏതൊരു വിശ്വാസിയും കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറവ് മൃഗത്തെ വാങ്ങിക്കാൻ, ഒരു ഗുരുവിനെ വിലക്ക് വാങ്ങിക്കാനും അതിനെ അറുത്ത് അതിൻ്റെ മാംസം പൊതുസമൂഹത്തിന് വേണ്ടി വീതിക്കാനും കഴിയുന്ന ഒരു മനുഷ്യനും മാറി നിൽക്കാൻ പാടില്ലാത്ത വളരെ കർക്കശ ബുദ്ധിയോടുകൂടി ആവശ്യപ്പെടുന്ന ഒരു സുന്നത്ത് കർമ്മമാണ് ഉൽഹിയ്യത്ത് എന്നുള്ളത്. അപ്പോൾ ആ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ഈ ഉൽഹിയ്യ കർമ്മവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ നമുക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴും മറുഭാഗത്ത് വലിയ വിമർശനങ്ങൾ കൂടി ഉയർന്നു വരാറുണ്ട്. മറുഭാഗത്ത് ഈ മൃഗബലി എന്നുള്ളത് അത് കാലഹരണപ്പെട്ടു പോയൊരു സംസ്കാരമാണെന്നും ഇന്നും മൃഗങ്ങളെ ദൈവപ്രീതിക്ക് വേണ്ടി ബലി കൊടുക്കുന്ന ഒരു കാട്ടാള മതമായി ഇസ്ലാമും മുസ്ലിമീങ്ങളും അധപ്പതിച്ചിട്ടുണ്ട് എന്നും വലിയ വായിൽ വിമർശനങ്ങൾ നമുക്കെതിരെ ഉയർന്നു വരുന്നൊരു കാലഘട്ടം കൂടിയാണിത്. ഓരോ ഘട്ടം വരുമ്പോഴും ഓരോരുത്തർ ഇതിനു വേണ്ടി പണിക്കിരിക്കുകയാണല്ലോ. റമളാൻ വന്ന് നോമ്പെടുക്കാനിരിക്കുമ്പോൾ നോമ്പിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന കുറേ ആൾക്കാരുണ്ടാകും. എന്തിലും വിമർശനം, ഇസ്ലാമിനെ നഖച്ഛിതാന്തം വിമർശിക്കുക, അതിൽ സായുജ്യം കണ്ടെത്തുക, ആ വിമർശനങ്ങളുടെ ആദായം കണ്ടെത്തുക, അതിലൂടെ ജനശ്രദ്ധ പിടിക്കുക എന്നത് ടാർഗറ്റ് ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യരിവിടെയുണ്ട്. അവർക്ക് ഇനിയുള്ള കുറേ ദിവസത്തേക്ക് ചർച്ചയ്ക്കായിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ചർച്ചകൾ മുഴുവനും പാപം ജീവനുകൾ എടുക്കുമ്പോൾ ജീവജാലങ്ങളുടെ ജീവനെടുക്കുന്ന, കന്നുകാലികളുടെ ജീവനെടുക്കുന്ന കൊടും ക്രൂരതയുടെ പര്യായമായി ഇസ്ലാമിനെ ചിത്രീകരിക്കാനും അത്തരം ക്രൂരതയാണ് ഇവർ ശീലിക്കുന്നത്. ഇങ്ങനെ
നിരുപാധികം ജീവന് എടുക്കുന്ന മൃഗങ്ങളെ കൊന്നൊടുക്കുന്നവർക്ക് എങ്ങനെയാണ് മനുഷ്യ ജീവന് പോലും വില വെക്കുക എന്ന നിലയിലൊക്കെ താരതമ്യപ്പെടുത്തിയിട്ട് വില കുറഞ്ഞ ഉപമകളിലൂടെ മുസ്ലിമീങ്ങളെ ഭീകരരാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ മനോഹരമായ ഒരു സംസ്കാരമായ ഉൽഹിയ്യത്തിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി സമൂഹത്തിലുണ്ടാകും. ഇവിടെ നമുക്ക് നമ്മുടേതായ നിലയൊരു സ്റ്റാൻഡുണ്ട്. ലോകത്ത് കന്നുകാലികളുടെ വിഷയത്തിൽ, ജീവിവർഗങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും ക്ലാരിറ്റിയുള്ള നിലപാട് പറഞ്ഞൊരു മതം വിശുദ്ധ ഇസ്ലാമാണ്. ഏതൊരു കാര്യത്തിലും ഇസ്ലാമാണ് ഏറ്റവും സന്തുലിതമായ ഒരു വീക്ഷണം സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത്. ഇത് ആർക്കും സ്വീകരിക്കാവുന്ന സംഗതിയാണ്. മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഏക വേദഗ്രന്ഥം വിശുദ്ധ ഇസ്ലാമാണ്. മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കൂ, ജീവിവർഗങ്ങളെ സംരക്ഷിക്കണം, അതിന് ജീവന് വിലയുണ്ട്, ജീവന് ഹോമിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മനുഷ്യ ജീവനേക്കാളും മൃഗത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു അവസരമാണ് സമൂഹത്തിൽ നിൽക്കുന്നത്. തെരുവ് പട്ടികൾ കടിച്ചു കൊന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും ആ അമ്മയുടെ കണ്ണുനീരിന് എന്ത് മറുപടിയാണ് നമുക്ക് പറയാൻ കഴിയുക? സ്വന്തം പെൺകുഞ്ഞിനെ തെരുവ് പട്ടികൾ കൂട്ടം കൂടി കടിച്ചു കൊന്നത് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായായ ഒരു അമ്മ. തെരുവ് പട്ടികൾക്ക് സംരക്ഷിക്കാൻ നിയമമുണ്ട്. ഇവിടെ പട്ടികൾക്ക് വേണ്ടി പോലും നിയമങ്ങൾ വെച്ചിട്ട് മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷം 26 പേരാണ് കേരളത്തിൽ തെരുവ് പട്ടികൾ ആക്രമിച്ചു കൊന്നു കളഞ്ഞത്. 8 ലക്ഷം പേർക്കാണ് പട്ടിയുടെ കടിയേറ്റത്. എന്തെങ്കിലും നടപടിയുണ്ടോ? ഒരു നടപടിയില്ല. കാട്ടുപന്നികൾ ഇവിടെ കർഷകന്റെ വിളവുകൾ നശിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാന വർഗത്തിന്റെ ഭക്ഷ്യമേഖലയിൽ വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. എത്ര റോഡപകടങ്ങൾ കാട്ടുപന്നികൾ കാരണം ഉണ്ടായിട്ടുണ്ട്. ഈ വനങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒറ്റയാനകൾ, ആനകളും കടുവകളും പുലികളും ഒക്കെ മനുഷ്യന്റെ സ്വൈരവിഹാരത്തിന് ഭീഷണിയായിക്കൊണ്ട് അരക്ഷിതാവസ്ഥയിലേക്ക് സാധാരണക്കാരൻ തള്ളിവിടുമ്പോ അവിടെയും നടപടിയൊന്നുമില്ല. ഈ മനുഷ്യജീവനേക്കാളും മൃഗത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലത്തിന്റെ പോക്ക്. ഈ അമ്മയുടെ സങ്കടത്തിന് എന്ത് മറുപടി പറയും നമ്മൾ? ആ അമ്മ കരയുന്ന കാഴ്ച കണ്ടിട്ട് സ്വന്തം നമ്മുടെ മക്കൾ മുറ്റത്ത് കളിക്കുന്ന കാഴ്ച കൂടി നോക്കുമ്പോ എത്ര വേദനിക്കണം. 26 പേരെ, 29ഓളം മനുഷ്യരെ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്ന ഭീകരവാദികൾ കൊന്നുകളഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് ഈ രാജ്യം യുദ്ധത്തിലേർപ്പെടുന്നത്. 29 മനുഷ്യന്റെ ജീവൻ ചെറിയ കാര്യമാണോ? ഒരു മനുഷ്യന്റെ ജീവനാകട്ടെ ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്നിട്ട് ഈ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരു പൗരൻ, ഒരേ ഒരു പൗരൻ, നികുതി കൊടുത്ത് ഈ ഭരണകൂടത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന ഈ ഭരണകൂടം എന്നെ സംരക്ഷിക്കുമെന്ന്, എന്റെ സ്വത്തും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്റെ ജീവൻ എടുക്കാൻ വേണ്ടി അതിർത്തി കടന്നു വന്ന ഭീകരവാദി, അത് പാകിസ്ഥാൻകാരനാണെങ്കിലും സൗദി അറേബ്യക്കാരനാണെങ്കിലും, അവർക്കെതിരെ ആയുധമെടുക്കാനും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുള്ള അവകാശം ഇന്ത്യക്കാരനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നമ്മൾ ഇന്ത്യ പക്ഷം തന്നെയാണ്. ന്യായീകരിക്കപ്പെടാവുന്ന യാഥാർത്ഥ്യമാണിത്. ഒരു മനുഷ്യന് ജീവനല്ലേ പോയത്? 29 മനുഷ്യരെ നിഷ്ഠൂരം വെടിവെച്ച് വീഴ്ത്തുമ്പോ സങ്കടമുണ്ട് കുന്നോളം. നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? ഈ രാജ്യത്ത് നമ്മളെ പോലുള്ള മനുഷ്യരല്ലേ, നമുക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരു മനുഷ്യനെയാണ് അടർത്തിയെടുത്തതെങ്കിൽ സങ്കടമുണ്ടാവില്ലേ നമുക്ക്? ആ സങ്കടത്തിന്റെ നടുവിലും ഈ രാജ്യത്ത് IPL ക്രിക്കറ്റ് കൃത്യമായി നടന്നു. വിനോദങ്ങൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. ഇലക്ഷൻ, ബീഹാറിൽ ഇലക്ഷൻ പ്രചരണം നടന്നിട്ടുണ്ട്. എല്ലാം നടന്നു. ആർക്കാ സങ്കടമുണ്ടായത്? ആർക്കാ ഛേദമുണ്ടായത്? ഇതല്ലാതെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് ഉൾക്കൊണ്ടത്. ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോ ഏത് രാജ്യത്ത് നിന്ന് നുഴഞ്ഞു കയറി വന്നവനാണെങ്കിലും ശരി തന്നെ പ്രത്യാക്രമണം അത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നമ്മൾ ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല. ഏത് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാലും യുദ്ധം സമാധാനം കൊണ്ടുവരില്ല. എത്രയും വേഗം ഈ യുദ്ധം നിൽക്കണം, അത് നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം, നമ്മുടെ ആവശ്യം എന്നുള്ളത്. അതിന് മുൻകൈ എടുക്കേണ്ടത്, ആദ്യം വെടി നിർത്തേണ്ടത് വീഴ്ച പറ്റിപ്പോയ പാകിസ്ഥാൻ തന്നെയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യണം? തിരുത്തലുണ്ടാകണം. ഇത് നിർത്തണം. ഇല്ലെങ്കിൽ സാധാരണക്കാരായ കോടിക്കണക്കിന് മനുഷ്യ ജീവൻ ബാധിക്കപ്പെടും. അങ്ങോട്ടും കൂടി ഇത് തുറന്ന യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ തുറന്നൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ജീവിക്കുന്ന മനുഷ്യരല്ലേ, മനുഷ്യർ തന്നെയാണല്ലോ അവർ. ഈ ലോകത്ത് എവിടെയാണെങ്കിലും ജീവിക്കുന്നത് മനുഷ്യരാണ്. അവർ കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവിടേക്ക് വീഴുന്ന ഓരോ ബോംബുകളും നാശം തന്നെയാണ് വിതയ്ക്കുക. അത് ഇന്ത്യയിൽ വീണാലും പാകിസ്ഥാനിൽ വീണാലും പച്ച മനുഷ്യർ ചുട്ടരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് സങ്കടമുള്ള കാര്യമാണ്. നിർത്തണം ഇവിടെ. അല്ലെ, അത് മാത്രമല്ലല്ലോ, വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവില്ലേ? പശ്ചിമേഷ്യയിൽ വലിയ നാശമുണ്ടാവില്ലേ? ഈ ഏഷ്യ ഭൂഖണ്ഡത്തിന് തന്നെ സാമ്പത്തികമായി പിന്നോട്ടടിക്കില്ലേ? ആഗോളതലത്തിൽ നാണ്യത്തിന് മൂല്യം കുറയില്ലേ? ഭക്ഷ്യക്ഷാമം ഉണ്ടാവില്ലേ? അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. ഒരു യുദ്ധവും തുടങ്ങി വെച്ചിടത്ത് സമാധാനം കൊണ്ടുവന്നിട്ടില്ല. അവസാനം നാശത്തിലൂടെ അല്ലാതെ ഒരു യുദ്ധവും അവസാനിച്ചിട്ടില്ല.
അതുകൊണ്ട് എത്രയും വേഗത അവസാനിക്കണമെന്നുള്ളതാണ് നമ്മൾ താല്പര്യം, നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് 29 മനുഷ്യരുടെ ജീവനെടുത്തതിന്റെ പേരിൽ 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധം പോലും ന്യായീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ 26 മനുഷ്യരെ തെരുവ് പട്ടികൾ കടിച്ചു കീറിയിട്ട് ആ ജീവനുകൾക്ക് എന്ത് വിലയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ നിലപാടെന്നുള്ളത്. ഇസ്ലാം കന്നുകാലികളെല്ലാം കൊന്നൊടുക്കണമെന്നോ അല്ലെങ്കിൽ പട്ടികളെയും തെരുവ് നായ്ക്കളെയും കൊന്നൊടുക്കണമെന്നോ വനാന്തരങ്ങൾ കയറിയിട്ട് വന്യമൃഗങ്ങളെ വെടിവെച്ച് വീഴ്ത്തണമെന്നോ പറയുന്നില്ല. അവയെ സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. മനുഷ്യരെ നിങ്ങളെ പോലെയുള്ള വംശങ്ങളാണ് ഓരോ ജീവജാലങ്ങളും. ഈ ജീവിവർഗങ്ങളുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാടാണ് മനുഷ്യന് ഭീഷണിയായി ഏത് വളർന്നു വന്നാലും അതിനെ നശിപ്പിക്കാനും അതിനെ പ്രതിരോധിക്കാനും നിലയ്ക്ക് നിർത്താനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ഇസ്ലാം നൽകുന്നുണ്ട്. മനുഷ്യനാണ് ഒന്നാം പരിഗണന. വലക്കത് കറംനാ ബനി ആദം വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. ഞാൻ ഒരുപാട് സൃഷ്ടികൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു പറയാണ്, ഒരുപാട് ജീവജാലങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിയിൽ ഒന്നാം സ്ഥാനം മനുഷ്യനാണ് എന്ന്, മറ്റ് ജീവജാലങ്ങളെക്കാൾ മനുഷ്യനെ ഞാൻ ഉത്തമനാക്കിയിരിക്കുന്നു, മനുഷ്യനെ ഞാൻ പരിഗണിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ. ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാ ജീവജാലങ്ങൾക്കും ഇടയിൽപ്പെട്ട ഒരു ജീവിവർഗമാണെങ്കിലും ഈ ദുനിയാവിൽ നമുക്കാണ് ഒന്നാം പരിഗണന. മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഖുർആൻ സംസാരിക്കുന്നത് പോലും. മനുഷ്യനിലൂടെയാണ് ജീവജാലങ്ങളെ കുറിച്ചും സംസാരിക്കുന്നത്. ആ ജീവിവർഗങ്ങളെ കുറിച്ച് സംസാരിച്ച ഖുർആൻ എന്താ പറഞ്ഞത്? മനുഷ്യനോട് പോലും പറഞ്ഞത്, മനുഷ്യരെ അവരൊക്കെ നിങ്ങളെപ്പോലെയുള്ള വംശങ്ങളാണ്, നിങ്ങളെപ്പോലെയുള്ള വർഗങ്ങളാണ്. നേരിട്ടോ അല്ലാതെയോ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഓരോ ജീവിവർഗങ്ങൾക്കും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വംശീയമായ ഒരു നാശത്തിലേക്ക് ഒരു ജീവിയും പോകുന്നത് പ്രകൃതിക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി മനുഷ്യന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരിപാലനം കൂടി നമ്മുടെ ബാധ്യതയാണ്. നമ്മളെപ്പോലുള്ള വംശങ്ങളാണ്. അങ്ങനെ ഓരോന്നിനെയും വംശീയമായി ഉന്മൂലനം ചെയ്താൽ നേരിട്ടോ അല്ലാതെയോ ഒക്കെ പ്രകൃതി നിലനിൽക്കുന്നതിൽ, ഈ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിൽ വലിയ പങ്കുണ്ട്. പരിപൂർണമായി നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവയ്ക്ക് അവകാശമുണ്ട്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന് വിശുദ്ധ ഖുർആൻ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവിവർഗങ്ങൾക്കുമുള്ള അന്നം അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന്. ഓരോന്നിനുമുള്ള ഭക്ഷണം അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അതാ ഭൂമിയിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ കന്നുകാലികൾക്കുള്ള ഓഹരിയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്താ ആകാശത്ത് നിന്ന് മഴ പെയ്തതിന്റെ കാര്യം അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകണമല്ലോ, അതിന് ആകാശത്ത് നിന്ന് മഴ പെയ്തത്. നിങ്ങൾക്ക് മാത്രമല്ല കേട്ടു, വലിയ അൻആമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്ക് കൂടിയാണ്. ഒരു ഹദീസ് കാണാൻ കഴിയും, വലൂലൽ ബഹായിമിലും ഇംദറു എന്ന്. സക്കാത്തുകൾ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അപരസ്നേഹമില്ലാത്ത കാരുണ്യം വറ്റിപ്പോയ ഹൃദയങ്ങളായി ഊഷരമായ മരുഭൂമികൾ പോലെ മനുഷ്യന്റെ ഹൃദയങ്ങൾ മാറിയാൽ, മനുഷ്യൻ അപരനോട് സ്നേഹമില്ല, സഹതാപമില്ല, ആരോടും കാരുണ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ അപരസഹായം ചെയ്യാതെ, പരസ്പരം സഹകരിക്കാതെ, സക്കാത്തുകൾ വിട്ടുകൊടുക്കാതെ മനുഷ്യൻ ലുബ്ധനായി സ്വാർത്ഥനായി മാറുന്ന സാഹചര്യം ഉണ്ടായാൽ മഴ വർഷിക്കില്ല കേട്ടോ. വലൂലൽ ബഹായിമു, കന്നുകാലികൾ കൂടിയില്ലെങ്കിൽ പിന്നെ മഴയെ ഉണ്ടാവില്ലായിരുന്നു എന്ന്. പിന്നെയും മഴ പെയ്തു. എന്തുകൊണ്ടെന്നറിയുമോ? ഇവിടെ മറ്റ് ജീവജാലങ്ങൾക്കുള്ള അന്നമൊരുക്കിയത് അള്ളാഹുവാണ്. അവയ്ക്ക് വേണ്ടി മഴ പെയ്യുമെന്ന്. അപ്പൊ അവയ്ക്കുള്ള ആഹാരം അള്ളാഹുവിന്റെ നിശ്ചയമാണ്. ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ മനുഷ്യന് മാത്രമല്ല അവകാശമുള്ളത്, അതിൽ നിന്ന് കന്നുകാലികൾക്കും വെള്ളമുണ്ട്. ഈ മണ്ണിൽ വീട് ഉണ്ടാക്കാനുള്ള അവകാശം മനുഷ്യന് മാത്രമുള്ളത്. ചെറിയ തടികൾ ശേഖരിച്ചുകൊണ്ട് മണ്ണിൽ വീടുണ്ടാക്കാനുള്ള അവകാശം ഉറുമ്പുകൾക്കുമുണ്ട്. ചെറിയ ഉറുമ്പുകൾക്ക് പോലും അവിടെ അവകാശമുണ്ട്, നമുക്ക് ചുറ്റും ജീവിക്കുന്നവയ്ക്ക്. അതുകൊണ്ട് തന്നെ അവയുടെ അവകാശത്തിന് മേൽ കടന്നു കയറ്റുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മൃഗങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കുന്നില്ല, അനുവദിച്ചിട്ടില്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഫലാ യത്തഖില്ലാഹ ഫീ ഹാദിഹിൽ മഹായിം എന്ന അത് ചോദ്യം. മനുഷ്യരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ തഖ്വയുള്ളവരാകണേ എന്ന്. ഏറ്റവും വലിയ ദൈവഭക്തനായി മാറുക എന്നുള്ളതാണ് മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ടത്. അത് പഠിപ്പിക്കാൻ വേണ്ടി 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 100 ഏടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടി 4 വേദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ? തഖ്വ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ആ തഖ്വയെ കുറിച്ച് ഒരിക്കൽ റസൂൽ പറഞ്ഞത് എന്നറിയുമോ? ഒരു ഒട്ടകത്തിന്റെ അവസ്ഥ കണ്ടു. ആ അവസ്ഥ കണ്ടപ്പോ അതിന്റെ ഒട്ടിയ വയറുകളും അതിന്റെ ക്ഷീണവും കണ്ടു. റസൂലിനെ കണ്ടപ്പോ അത് കരഞ്ഞു വിളിച്ച് ശബ്ദമുണ്ടാക്കിയിട്ട് കണ്ണീർ പൊഴിച്ചപ്പോ പുണ്യനബി അതിന്റെ അടുത്ത് പോയി മെല്ലെ ഒന്ന് തടവിയിട്ട് ചോദിച്ചു, ആരാ ഇതിന്റെ ഉടമയെന്ന്? ഈ ഒട്ടകത്തിന്റെ ഉടമയാരെന്ന് ചോദിക്കുമ്പോ ഒരു അൻസാരി സഹാബി എന്ന് പറഞ്ഞു, നബിയെ ഇത് എന്റെ ഒട്ടകമാണെന്ന്. അത് കരഞ്ഞു പരിതപിക്കുകയാണ്, അത് പരാതി പറയുകയാണ്. മനുഷ്യ, എന്തുകൊണ്ട് അമിതമായ ഭാരം നീ ഏർപ്പെടുത്തി?
അതിനെ കൊണ്ട് താങ്ങാത്ത ജോലി ചെയ്യുകയും ആവശ്യമായ ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അക്രമമാണ്. ഈ കന്നുകാലികളുടെ വിഷയത്തിൽ നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കേണ്ടതെന്ന്, ഈ കന്നുകാലികളുടെ വിഷയത്തിൽ നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കേണ്ടതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. ഈ ജീവവർഗങ്ങളോട് നമുക്ക് കടമയുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവയുടെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ഖുർആനും ഹദീസുകളും റസൂലിന്റെ ജീവിതത്തിൽ എത്ര രംഗങ്ങൾ കാണാൻ കഴിയും. ഒരു തള്ളപ്പക്ഷിയുടെ സങ്കടം കണ്ടിട്ട് റസൂൽ പറഞ്ഞത് അതിന്റെ കുട്ടികളെ പിടിച്ചു വെച്ച് അവർ വിട്ടുകൊടുക്കട്ടെ എന്ന്. ഒരു തള്ളപ്പക്ഷിയുടെ സങ്കടം കണ്ടിട്ട് റസൂൽ പറഞ്ഞതാണ് അതിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചവർ വിട്ടുകൊടുക്കട്ടെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ എത്ര സംഭവങ്ങൾ കാണാൻ കഴിയും. ഒരു മൃഗത്തിന്റെ മുഖത്ത് പാട് കണ്ടപ്പോൾ നിങ്ങളോട് ഞാൻ എത്ര തവണയാണ് പറഞ്ഞതെന്ന് റസൂൽ ചോദിച്ചത്. നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമല്ലേ ഒരു മൃഗത്തിന്റെയും മുഖത്തടിക്കല്ലേ എന്ന്, ഒരു മൃഗത്തിന്റെയും മുഖത്തടിക്കരുത് എന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മൃഗങ്ങളുടെ മുഖത്തടിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന വിധം ജീവികളോട് കരുണ കാണിക്കാനും അതിനെ സംരക്ഷിക്കാനുമുള്ള ബാധ്യത മനുഷ്യന്റെ മേൽ ചുമത്തുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ആ മൃഗങ്ങളിൽ നിന്നുള്ള ഉപയോഗങ്ങൾ എടുക്കാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയില്ല. ആ മൃഗങ്ങൾ തന്നെ നമുക്ക് ഭീഷണിയായി മാറുന്ന അവസ്ഥയാണ്. ക്രമാതീതമായി തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു. എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കളുടെ കൂട്ടമാണ്. കൊച്ചു മക്കൾക്ക് പോകാൻ നിവൃത്തിയില്ല, വീടുകളിൽ ആടുകളെ വളർത്താൻ നിവൃത്തിയില്ല, പുറത്ത് കെട്ടാൻ നിവൃത്തിയില്ല, വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. കൊച്ചു കുട്ടികൾ, മദ്രസയിലും മറ്റും പോകുന്ന കൊച്ചു കുട്ടികൾ, എത്രയാണ് പ്രാണനും പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. തൽക്കാലം രക്ഷപ്പെട്ടു പോയ ഒരുപാട് മക്കൾ, നമ്മളെ അടക്കമുള്ള മക്കള് വളഞ്ഞിട്ട് കടിച്ചു പറിക്കുമ്പോ ഇതൊക്കെ കണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമില്ല. നമ്മുടെ ഈ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ഇസ്ലാം പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവയെ മനുഷ്യന് ഭീഷണിയാവുന്നവയെ നശിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യും? നമ്മൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ സിസ്റ്റം, ഈ ഒരു രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഇവിടെ നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ടല്ലാതെ പെരുമാറാൻ നമുക്ക് അനുവാദമില്ല. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിൽ, ഇത്തരം വിഷയങ്ങളിൽ, സിവിൽ വിഷയങ്ങളിൽ, ക്രിമിനൽ വിഷയങ്ങളിൽ, ഇത്തരം വിഷയങ്ങളിലെങ്കിലും ഇന്ത്യൻ നിയമം അതിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ മുസ്ലിമിന് അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെയാണ് നമ്മുടെ രാജ്യവും കടന്നു വരേണ്ടത്. അതിന് ഭീഷണിയാകുമ്പോൾ നശിപ്പിക്കാൻ കഴിയണം. അത് ആ ജീവൻ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, ഓരോ ജീവവർഗങ്ങളിലും മനുഷ്യൻ അല്ലാഹു വെക്കുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട്. സൂറത്തുൽ അൻആം എന്ന അധ്യായം തന്നെയുണ്ട് ജീവവർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട്, കന്നുകാലികൾ എന്ന് പറഞ്ഞിട്ട്. അവയെ അല്ലാഹു സംവിധാനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഖുർആൻ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നിങ്ങൾക്കതിൽ നിന്ന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ നല്ല വസ്ത്രവുമുണ്ട് എന്ന്. നല്ല വസ്ത്രം, തോലിന്റെ വസ്ത്രം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും, തോലിന്റെ ചെരുപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ കന്നുകാലികളുടെ തോലിൽ നിന്ന് നിങ്ങൾക്ക് വസ്ത്രങ്ങളും കൗതുക സൃഷ്ടികളും അതോടൊപ്പം തന്നെ ചെരുപ്പുകളും അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം അതിന്റെ മാംസം നിങ്ങൾക്ക് ആഹരിക്കാൻ കഴിയും. നിങ്ങൾക്ക് അതിൽ വാഹനം യാത്ര ചെയ്യാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പല ഭാഗത്ത് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഈ കുതിരയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അത് നിങ്ങൾക്ക് കിട്ടുന്ന അനുവാദമാണ്. മനുഷ്യൻ ഒരു മൃഗത്തിന്റെ പുറത്ത് കയറിയിരുന്ന് കാണിക്കുന്നത് ക്രൂരതയാണ്, എന്തിനായിരിക്കും അക്രമം കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ കുതിരയെ തലയ്ക്ക് ചുമക്കാൻ നിന്നാൽ അതിന് വിഡ്ഢിയെന്നല്ലാതെ എന്താ പറയുക? ഇത് മൃഗപക്ഷമല്ല. ഓരോ ജീവിക്കും ഒരു ധർമ്മമുണ്ട് ഇവിടെ. ഈ പരിസ്ഥിതി നോക്കിയാൽ ഓരോന്നും ഒരു ഭക്ഷ്യഭക്ഷക ബന്ധമുണ്ട് ഇവിടെ. ഓരോന്നിനും ഒരു ധർമ്മമുണ്ട്. ചില പ്രാണികൾ അല്ലാഹു പടച്ചു തന്നെ മറ്റൊരു പ്രാണിക്ക് ഭക്ഷണമാകാൻ വേണ്ടിയാ. ചിലതിനെ പടച്ചത് തന്നെ മറ്റൊന്നിന് ഭക്ഷണമാകാൻ വേണ്ടിയാ. ഈയാൻ പാറ്റകളെ കണ്ടിട്ടുണ്ടല്ലേ? പെട്ടെന്ന് മഴയത്ത് പാറി വരും, വിളക്ക് വെളിച്ചം കാണുന്നിടത്തെല്ലാം ഓടി വരും. അവിടെ എല്ലാം പല്ലികളും ഓടി വരും. പല്ലികൾ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിനായിട്ട് തിന്നുകൊണ്ടിരിക്കും. പല്ലികളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ പറ്റൂ? ജീവനാണ് എടുക്കുന്നത് പറഞ്ഞിട്ട്. അതതിന്റെ പ്രകൃതിയാണ്. സിംഹം മുയലിനെ വേട്ടയാടി പിടിക്കുമ്പോൾ അതിൽ ക്രൂരത കാണാനൊന്നുമില്ല. അത് പ്രകൃതിയുടെ സംവിധാനമാണ്. സിംഹത്തിന് വിശപ്പാണ് പ്രശ്നം. മുയലിനെ പടച്ചു വിട്ടപ്പോ അതിനും എന്തെങ്കിലും ധർമ്മമുണ്ടല്ലോ. അവസാനം അത് ഭക്ഷണമായി മാറുകയാണ്. അതിന് ഒരു ധർമ്മമുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്, അതേ നിർവഹിക്കുന്നുള്ളൂ. അതുപോലെ ഓരോ ജീവിവർഗങ്ങളിലും മനുഷ്യൻ അല്ലാഹു വെച്ചിട്ടുള്ള നേരിട്ടോ അല്ലാതെയുള്ള കുറെ ഉപകാരങ്ങളുണ്ട്. ചിലത് നേരിട്ട് മാംസമായിട്ട് എടുക്കാൻ കഴിയും, ചിലത് തോലായിട്ട് എടുക്കാൻ കഴിയും. ചിലതൊന്നും മനുഷ്യന് ഡയറക്റ്റ് ആയിട്ട് ഉപകാരം ഉണ്ടാവും, ഇൻഡയറക്റ്റ് ആയിട്ട് പരിസ്ഥിതിയുമായിട്ട് അതിന് വലിയ കണക്ഷൻ ഉണ്ടാകും, നമ്മുടെ നിലനിൽപ്പിന് വലിയ ബന്ധമുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഉപകാരം നേരിട്ടെടുക്കാവുന്ന മൃഗങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ കന്നുകാലികൾ, ആട്, മാട്, ഒട്ടകം പോലെയുള്ളത്. നമ്മുടെ സമ്പത്തിന്റെ ഭാഗം കൂടിയാണത്, നമ്മുടെ സമ്പത്തിന്റെ ഭാഗം കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് അതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതെങ്ങനെ അന്യായമാകും? അതെങ്ങനെ അക്രമമാകും? ഒരിക്കലും അക്രമമാകില്ല. അതിൽ നിങ്ങൾക്ക് വാഹനങ്ങളാക്കാം, നിങ്ങൾക്ക് അതിന്റെ പുറത്തു കയറി യാത്ര ചെയ്യാം. നിങ്ങളുടെ വണ്ടിക്കാളകൾ, നമ്മൾ അടുത്ത കാലം വരെയും കാളവണ്ടികൾ ഇവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നല്ലോ. ഒരു 10-15-20 കൊല്ലം പുറകോട്ട് പോയാൽ
കാളവണ്ടികൾ തന്നെയാണ്. വലിയ വണ്ടികൾ എന്ത് ചെയ്യും, വലിയ ചുമടുകളുമായി 2 കാളക്കുറ്റന്മാരാണ് ഇതിനെ വഹിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അത് അക്രമമാണെന്ന് പറയാൻ കഴിയുമോ? അവറ്റയ്ക്ക് നമ്മൾ ആഹാരവും വെള്ളവും കൊടുത്തിട്ട് അതിനുള്ള കപ്പാസിറ്റി ആ മൃഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ചുമത ധർമ്മമാണ്. ആ ധർമ്മമേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അതിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ അനുവാദമുണ്ട് എന്ന്. ഭക്ഷിക്കാം. ഈ മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഈ മൃഗങ്ങളെല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും നിർബന്ധമായിട്ട് മാംസം കഴിച്ചുകൊള്ളണം എന്ന് നിർബന്ധവുമില്ല. ഇറച്ചി കഴിക്കാത്തവൻ മനുഷ്യനില്ലാന്നെന്നും അല്ലെങ്കിൽ ഇറച്ചി കഴിക്കാത്തവൻ മുസ്ലിം ആണെന്നൊരു തിയറി ഇസ്ലാമിനകത്തില്ല. മനുഷ്യൻ അതിൽ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ടെന്ന ഖുർആൻ സംസാരിക്കുന്നത്. ചില ആൾക്കാർക്ക് എന്നാലും ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഇറച്ചി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, ചില ആൾക്കാർ ചില ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. അത് അവൻ്റെ അഭിരുചിയാണ്, അത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള രുചിയാണ്. അവന് ചില ആഹാരത്തോട് താല്പര്യം ഉണ്ടാവില്ല, ചില ആൾക്ക് മധുരം തീരെ ഇഷ്ടപ്പെടില്ല, ചില പുളിപ്പ് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ചില ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവും. ചില ആൾക്കാർ മുസ്ലിങ്ങളായിരിക്കും, ആദ്യകാലം മുതൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവരായിരിക്കും, പക്ഷേ എന്നാലും അവർക്ക് മാംസാഹാരത്തോട് താല്പര്യം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ചിക്കൻ താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് മട്ടൻ കാണൂല, ചില പോത്ത് കാണൂല, അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അവിടെ എങ്ങ് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാനുള്ള ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്വാതന്ത്ര്യമാണ്, പക്ഷേ എന്നാലും ഇതിൽ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം മനുഷ്യനുണ്ട് എന്നത് അംഗീകരിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. അവിടെ ഒരു സെന്റിമെന്റ്സ് അല്ല. ഒരു മൃഗത്തിന് ജീവൻ എടുത്താലേ അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അതിന് ധർമ്മം അതാണ്. അത് അക്രമമാണ്, അത് അനീതിയാണ്, മുസ്ലിങ്ങളെല്ലാം കാണിക്കുന്നത് ക്രൂരതയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഹാരമാക്കുന്ന സംഗതി എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിശപ്പടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മത്സ്യസമ്പത്ത് എന്നുള്ളത്. കടലിൽ നമ്മൾ ആവോളം പിടിച്ചുകൊണ്ട് വന്നിട്ട് വ്യാപകമായി നമ്മളെല്ലാവരും അധികമായി കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് മത്സ്യം എന്നുള്ളത്. അതും ജീവൻ തന്നെയല്ലേ? പിടക്കുന്ന ജീവൻ. ആ ജീവൻ പൊലിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ മത്സ്യം ആഹാരമാക്കുന്നത്. ജീവനോടുള്ള കാരുണ്യമാണ്. ആഹരിക്കാൻ വേണ്ടിയിട്ട് ജീവൻ എടുക്കാൻ പാടില്ല, അത് അക്രമമാണെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് മത്സ്യത്തിന്റെ ജീവൻ ഒരു വിലയില്ലാതായി? അപ്പൊ അവിടെ ജീവൻ എടുക്കാം, കുഴപ്പമില്ല എന്നായി. അതുകൊണ്ട് ഒരു പശുവിന്റെ പാല് കറന്നെടുക്കുമ്പോൾ അതിന്റെ ചോരയും നീരുമായ പാല് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കറന്നെടുക്കുമ്പോൾ അതിൽ നമുക്ക് അക്രമം കാണാറില്ല. പാലിന്റെ എത്ര ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ വ്യാപകമായി നിൽക്കുന്നത്, സജീവമായി വിൽക്കപ്പെടുന്നത്. പാലും മോരും തൈരുമല്ലാതെ തന്നെ എത്ര ഉൽപ്പന്നങ്ങൾ, എത്ര മനോഹരമായ പലഹാരങ്ങൾ പാലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ വലിയ നിലയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾ അറവ് നടത്തുമ്പോൾ, ബലിയിറക്കുമ്പോൾ അതിൽ കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് സമൂഹങ്ങൾ വിമർശനവുമായി വരുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ എന്താണ് അതിന് നടക്കുന്നത്? ന്യായമായും നമുക്ക് നൽകിയൊരു അവകാശം, അതിനെ ഭക്ഷണമാക്കാനുള്ള അവകാശം നമുക്കുണ്ട്. മനുഷ്യനെ സൃഷ്ടിപ്പ് തന്നെ നോക്കൂ. ഈ ഭൂമിയിൽ നമ്മൾ അള്ളാഹു സംവിധാനിച്ച സൃഷ്ടികളെ പ്രധാനമായും 3 കാറ്റഗറിയാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സസ്യഫുക്കുകൾ, മാംസഫുക്കുകൾ, മിശ്രഫുക്കുകളായിട്ട്. ചില ജീവികൾക്ക് സസ്യം മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ. അവരുടെ പല്ലുകൾ പരന്ന പല്ലുകളായിരിക്കും. സസ്യം മാത്രം ദഹിപ്പിക്കുന്ന ഒരു ആമാശയ സംവിധാനമായിരിക്കും ആ മൃഗങ്ങൾക്കുണ്ടാവുക. സസ്യം മാത്രമേ കഴിക്കൂ. എന്നാൽ വന്യമൃഗങ്ങളെ സംബന്ധിച്ചുള്ള അവർക്ക് കൂർത്ത പല്ലുകളാണ് ഉണ്ടാവുക. അവർ മാംസമല്ലാതെ മറ്റൊന്നും കഴിക്കില്ല. അവർക്ക് ആ ദഹന സംവിധാനവുമാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 തരം പല്ലുകളുമുണ്ട്. നല്ല പരന്ന പല്ലുകളുമുണ്ട്, കൂർത്ത പല്ലുകളുമുണ്ട്. സസ്യവും കഴിക്കും, അതോടൊപ്പം തന്നെ മാംസവും കഴിക്കും. ഇത് രണ്ടും ദഹിപ്പിക്കാനുള്ള ഒരു ദഹന സംവിധാനവും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി മനുഷ്യനും മിശ്രഫുക്കാണ്. അത് പ്രകൃതിയാണ്, മനുഷ്യന്റെ പ്രകൃതിയുടെ ഭാഗമാണ്. ആ പ്രകൃതിയുടെ തേട്ടമായ മാംസാഹാരം കഴിക്കാൻ വേണ്ടി ഒരു മനുഷ്യന് മൃഗത്തെ അറുത്ത് ഭക്ഷിക്കുകയാണെങ്കിൽ അത് എങ്ങനെ അപരാധമാകും? അത് കുറ്റമല്ല. ശരിക്കും എന്നാ പിന്നെ അംഗീകരിക്കാം. ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിലും ഈ പറഞ്ഞതെല്ലാം കൂടി കൂട്ടുവായിക്കുമ്പോൾ ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷണമാക്കുന്നതിൽ തെറ്റില്ല എന്ന് അംഗീകരിക്കാം. പക്ഷെ എന്നാലും ദൈവപ്രീതിക്ക് വേണ്ടി ബലി കൊടുക്കുന്നതിന്റെ താല്പര്യം മനസ്സിലായില്ല എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കും. ഇന്നും 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃത സംസ്കാരം ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉരുവിനെ അറിവ് കൊടുക്കുന്ന കൂട്ടമായി നിഷ്ഠൂരം ക്രൂരമായ വിധത്തിൽ മൃഗങ്ങളെ അറുത്തു വീഴ്ത്തുന്ന ക്രൂരത കണ്ട് ശീലിക്കുന്ന ഒരു സമൂഹം. അതാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരോട് നമ്മൾ അതിന്റെ നന്മ കാണണം. അത് കുറെ വശങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഖുർആൻ പറഞ്ഞ വൽ ബുദ്ന, ഒട്ടകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ സംവിധാനിച്ചവയാണ് ഒട്ടകങ്ങൾ. ഫീഹാ വലക്കും ഫീഹാ ഖൈർ, ഒരുപാട് നന്മകൾ അതിൽ നിങ്ങൾക്കുണ്ട്.
ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ട്. അതിന് യാത്ര ചെയ്യാനും പല വിധത്തിലും ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിലൊരു ഭാഗമാണ് ഫദ്കുരു ബിസ്മില്ലാ, നിങ്ങൾ അതിനെ അള്ളാഹുവിന്റെ നാമത്തിൽ അറവ് കൊടുക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ബലി കൊടുക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനെ അറുത്ത് അതിനെ ഇനി ചരിച്ചു കിടത്തി വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാംസമുണ്ടല്ലോ, ആ മാംസം നിങ്ങൾക്കും കഴിക്കാം. വാതിയമുൽ ഖാനിഅ വൽ മുഅ്തറ എന്നിട്ട് നിങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക്, ചില അഭിമാനികൾ ഉണ്ടാകും, ആരെ മുമ്പിലും കൈനീട്ടാത്ത, എന്നാൽ ഒന്നിനും പൈസ തികയാത്ത, ഭക്ഷ്യക്ഷാമം നേരിടുന്ന ചില ആൾക്കാരുണ്ടാവും. അവർക്കും കൊടുക്കണം. യാചിച്ച് കൈകൾ നീട്ടി വരുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അവരനെ ഊട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഖുർആൻ സംസാരിക്കുന്നത്. ഈ ബലിയുടെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിനിടയിൽ ഭക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവമാണ് മാംസാഹാരം എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ ക്രമമാണ് മാംസാഹാരം എന്നുള്ളത്. അത് വർഷത്തിലൊരിക്കൽ നിർബന്ധിതമായി മുസ്ലിം പൊതുസമൂഹം ഉദ്ഹിയ്യത്ത് എന്ന കർമ്മം നിർവഹിക്കുന്നതിലൂടെ സാധാരണക്കാർക്കിടയിലേക്ക് വരെ സജീവമായി മാംസാഹാരം വിതരണം ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാകണം എന്നുള്ളത് കൂടിയാണ് അതിന്റെ താല്പര്യം എന്നുള്ളത്. അതിന് മറുകുറെ വശങ്ങൾ വേറെയുണ്ട്. ഒരു കാര്യം ഇതാണ്, ആ നന്മ കണ്ടാൽ തന്നെ മതിയാകുമല്ലോ. ഈ മനുഷ്യനെ ആഹരിക്കാൻ വേണ്ടിയാ, മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അറവ് ചെയ്യുന്നത്. അല്ലാതെ അറവ് ചെയ്യാനേ പാടില്ല, അറവേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കന്നുകാലികളെ വളർത്തുന്ന ആൾക്കാർ എത്ര കാലം വളർത്തും? അതിന്റെ കറവ പറ്റി, അത് മച്ചിയായി പ്രസവം നിർത്തി കറവയും പറ്റി ഒരു പശുവിനെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വളർന്ന് പ്രായമേറെയായ കൃഷിപ്പണിക്കോ ഭാരം ചുമക്കാനോ കൊള്ളാത്തൊരവസ്ഥയിലേക്ക് പ്രായമേറിപ്പോയ ഒരു കാളക്കുറ്റനെയോ ഒരു പോത്തിനെയോ എങ്ങനെയാണ് പിന്നെയും ഒരു കർഷകൻ മുന്നോട്ട് കൊണ്ടുപോവുക? ഒരു നാൾ ചത്ത് വീഴുന്നത് വരെയും അതിന് വെള്ളവും ആഹാരവും കൊടുത്ത് അധിക ചിലവാക്കി അതിനെ കൊണ്ടു നടക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ കഴിയുക? അത് കഴിയുന്ന കാര്യമാണോ? അത് കഴിയുന്ന കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ കർഷകൻ അവസാനം ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും അതിന് കൈയൊഴിയണം. അതിങ്ങനെ തിരിവുകളിൽ അലഞ്ഞു നടന്നിട്ട് കഴിക്കാനൊന്നും കിട്ടാതെ ഈ തിരിവുകൾ ചത്ത് വീർത്ത് കിടക്കണം. അതൊക്കെ സമൂഹത്തിന് വലിയ നാശല്യം ഉണ്ടാക്കുള്ളൂ. അപ്പൊ അതിനെ ഒരു പരുവം കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിക്കേ കൊള്ളാവൂ എന്നൊരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാലെങ്കിലും അറിവ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്താലല്ലേ എത്ര മനുഷ്യന്റെ ഭക്ഷണമാകും, എത്ര മനുഷ്യന്റെ പട്ടിണി മാറും. ഒരു പോത്തിനെ, ഒരു പ്രായമായൊരു പോത്തിനെ അല്ലെങ്കിൽ ഒരു പശുവിനെ, പ്രായമായൊരു പശുവിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ ലോകത്ത് എത്ര മനുഷ്യർക്ക് ആഹാരം കഴിക്കാനുണ്ടാവും? അങ്ങനെ ഓരോ ഉദ്ഹിയ്യത്ത് നടക്കുമ്പോഴും ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന്, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് സൊമാലിയ പോലെയുള്ള ദരിദ്ര രാജ്യങ്ങളിലേക്ക് വർഷാവർഷം ഉദ്ഹിയ്യത്തിന്റെ മാംസങ്ങൾ കയറ്റിയെടുക്കപ്പെടുന്നത് എത്ര ടൺ കണക്കിനാണ്. അത്രയും ആഹാരങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് എത്രയോ മനുഷ്യർക്ക് ഏതാനും ദിവസങ്ങൾക്കെങ്കിലും ആശ്വാസം കൊടുക്കുന്ന ഭക്ഷണമായിട്ടെത്തുന്നത്. എത്ര മനുഷ്യർക്കെന്നറിയാമോ വർഷാവർഷം ഇത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്? നമുക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കതിന് വലിയ ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എന്നും ഒരു നേരമെങ്കിലും ഇറച്ചി കഴിച്ച് ശീലിച്ചു പോയവരാണ്. നമുക്കിപ്പോൾ ഒരു നേരമെങ്കിലും ഇറച്ചിയില്ലെങ്കിൽ ശരിയാവില്ല. നമ്മളൊക്കെ ശീലമാക്കിയത് കൊണ്ട് നമുക്കതിൽ വലിയ കൗതുകമൊന്നുമില്ല. പക്ഷേ ഒരു വർഷത്തിൽ ഒരിക്കൽ ഉദ്ഹിയ്യത്തിന്റെ മാത്രം ഇറച്ചി കാണുന്ന, മാംസം കാണുന്ന, അതുകൊണ്ട് കുറഞ്ഞ ദിവസത്തെങ്കിലും പട്ടിണി പോറ്റുന്ന ഒരുപാട് മനുഷ്യരിന്നും അവശേഷിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ എല്ലാവരും നിറഞ്ഞു ജീവിക്കുകയാണ്, തട്ട് നിറച്ച ആഹാരവുമായിരിക്കുന്നവരാണെന്ന് കണക്കാക്കാൻ പാടില്ല. 140 കോടിയിലേറെ ജനങ്ങൾ ഇന്നും ലോകത്ത് പട്ടിണിയാണ്. അർദ്ധപട്ടിണിയും അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായിട്ട് ജീവിക്കുന്ന 40 കോടിയോളം ജനങ്ങൾ ഈ രാജ്യത്ത് തന്നെയുണ്ട്, അരപ്പട്ടിണിക്കാർ. ആ ഒരു അവസ്ഥയിലാണ് ലോകം കടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അന്നദാനം എന്ന മഹാദാനത്തിന് ഒരുപാട് രൂപങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു. ഫിത്ർ സക്കാത്തിന്റെ രൂപത്തിൽ, സക്കാത്തിന്റെ രൂപത്തിൽ, ഫിദിയയുടെ രൂപത്തിൽ, പ്രായശ്ചിത്തമായി കൊടുക്കും കഫാറത്തിന്റെ രൂപത്തിൽ, അങ്ങനെ ഓരോന്നും ഓരോ രൂപത്തിൽ പഠിപ്പിച്ചപ്പോ ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞുപോയി, അതാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്, ബലിദാനം എന്നുള്ളത്. അല്ലാഹുവിന്റെ നാമത്തിൽ ബലി അറുത്തു കൊടുക്കുന്ന മൃഗത്തിന്റെ മാംസം റബ്ബിന് വേണ്ട. റബ്ബതാ പറഞ്ഞില്ല, നിങ്ങൾ അറക്കുന്ന മാംസം എനിക്ക് വേണ്ട കേട്ടോ, നിങ്ങൾ അറവ് കൊടുക്കുന്ന മൃഗത്തിന്റെ രക്തവും എനിക്ക് വേണ്ട, അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് കൊടുക്കൂ, അവർ കഴിക്കട്ടെ, പക്ഷെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ തഖ്വയാണ് എന്ന്. നിങ്ങൾ അറവ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു താല്പര്യമുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് അറവ് കൊടുക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളെ അറവ് കൊടുക്കാൻ കാരണക്കാരൻ ഞാനാണോ എന്നാ ഞാൻ നോക്കുക. എന്റെ റബ്ബാണ് എന്നോട് പറഞ്ഞത് ബലി കൊടുക്കണമെന്ന്, എന്റെ റബ്ബ് പഠിപ്പിക്കുന്നു ബലി കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ വർഷം ഇതാ തയ്യാറാകുന്നു, ഒരു ഉരുവിനെ അറുത്ത് അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ ഞാൻ നിയ്യത്ത് വെച്ച് റബ്ബിന്റെ തൃപ്തിയും പൊരുത്തത്തിനും വേണ്ടി ഞാനിതാ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ആ തഖ്വ എനിക്ക് മതിയെന്ന്. റബ്ബിനത് മതി.
ഇറച്ചി ജനങ്ങൾക്ക് കൊടുക്കൂ, പാവപ്പെട്ട ജനങ്ങൾ കഴിക്കട്ടെ എന്ന അത് ഖുർആൻ പറയുന്നത്. ഈ നന്മ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് മൃഗബലിയെ നമുക്ക് വിമർശിക്കാൻ കഴിയുക? വിമർശനമില്ല, വ്യക്തമായ മറുപടിയുണ്ട്. ഏതൊരു കാര്യത്തിലും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും മാതൃകാപരമായ മനോഹരമായ വ്യവസ്ഥകളും കാഴ്ചപ്പാടുകളുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇങ്ങനെ വിമർശനത്തിന്റെ വാറലുകളുമായി ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ കൂടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഒരു പ്രധാനപ്പെട്ട ഹദീസ്, ബലിപെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്നുള്ളത് ഇഹ്റാഖുദ്ദം, രക്തമൊഴുക്കലാണ് എന്ന്. അഥവാ ബലി അറുക്കലാണ്, അള്ളാഹുവിന് വേണ്ടി ഒരുവിനെ ബലി കൊടുക്കലാണ് ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ പുണ്യമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും പരലോകത്തിന് വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് റസൂൽ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഓരോ അവസരങ്ങൾ റബ്ബ് വെക്കുകയാണ്. ഓരോ അവസരങ്ങൾ മുമ്പിൽ വെച്ചിട്ട് പരീക്ഷണത്തോടെ റബ്ബ് നോക്കുകയാണ്. ആരാണ് ഈ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത്, പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരെന്ന് ഓരോ മനുഷ്യനെയും വീക്ഷിച്ചുകൊണ്ടാണ് റബ്ബ് ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിൽ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ബലിപെരുന്നാൾ ദിവസം. ആ ബലിപെരുന്നാൾ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഓരോ വിശ്വാസികളും, കഴിയുന്ന ഒരാൾ പോലും ഒരു ലഹ്യ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ ശ്രമിക്കണം. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ കൂട്ടമായാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ 7 പേർ ഈക്വലായിട്ട് ചേരാവുന്ന വിധം ഈ മാടുകളുടെ വിഷയത്തിൽ, ആടിൻ്റെ വിഷയത്തിൽ സിംഗിളാണ്, മാടുകളുടെ വിഷയത്തിൽ ഷെയർ ചേർന്നിട്ടെങ്കിലും നമ്മൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. സാധ്യമാവുന്ന കാര്യമാണ്. ചില ഞെരുക്കങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എല്ലാത്തിനും പണം തികഞ്ഞുകൊണ്ടല്ല ആരും ജീവിക്കുന്നത്. ഈ തിരമാലകൾ അടങ്ങിയിട്ട് കടലിറങ്ങാൻ നിന്നാൽ ഒരിക്കലും നടക്കില്ലെന്ന് പറയും പോലെയാണ് സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ മാറി അയവുണ്ടാവുന്ന സമയത്ത് നന്മകൾ ചെയ്യാമെന്ന് കണക്കാക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നാണയം പോലും ദാനം ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്നും പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാവും. അതിനിടയിൽ തന്നെ നമ്മളോട് ജീവിക്കുന്നത്. അതിനിടയിൽ തന്നെ നമ്മൾ മാന്യമായി നമ്മൾ എന്ത് ചെയ്ത് വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ആ തിരക്കിനിടയിൽ കൂടെയാണ് നമ്മൾ വാഹനങ്ങൾ വാങ്ങി, കാറായി ബൈക്കായി നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പണം കിട്ടുന്നുണ്ട്. എല്ലാ ഞെരുക്കങ്ങളുടെ കൂട്ടത്തിലാണ്. പക്ഷേ സൽക്കർമ്മങ്ങൾ വരുമ്പോൾ, സക്കാത്തിൻ്റെയും ഉദ്ഹയത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ പിന്നെ നമ്മൾ ഞെരുക്കം പറയും. അയ്യോ ഞെരുക്കമാണ്, ഇപ്പോൾ ടൈറ്റാണ്, അടുത്ത കൊല്ലം ആവട്ടെ എന്ന്. നന്മയുടെ വിഷയത്തിൽ വരുമ്പോൾ നമുക്ക് ടൈറ്റാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ആ ടൈറ്റിൻ്റെ ഇടയിൽ നമ്മൾ പണം കണ്ടെത്തുന്നു, നീക്കിയിരിപ്പ് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ ഒരു ശ്രമം നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഈ തരത്തിലുള്ള വീഴ്ചയും അലംഭാവവും കാണിക്കരുത്. കഴിവിൻ്റെ പരമാവധി ആൾക്കാർ ഉദ്ഹയ കർമ്മ ഈ വർഷം നിർവഹിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല